കോവിഡ് കാലത്ത് പണിയില്ലാതെ ഇരുന്ന ഞങ്ങള് റേഷൻ കടകളിലൂടെ സ്ഥിരമായി ആഹാര സാധനങ്ങൾ തന്ന് സംരക്ഷിച്ചില്ലേ. പിന്നെ പെൻഷൻ സ്ഥിതിയല്ലോ സാറിന് 1400 രൂപയാണ്. അതിന് കുടിശ്ശികയല്ല, ഇപ്പൊ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ഈ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത് കേൾപ്പിക്കുകയായിരിക്കും. അതും കൂടി ആവണം മാധ്യമ സുഹൃത്തുക്കളുടെ കർത്തവ്യങ്ങളിലൊന്ന്. കാരണം ആ ശബ്ദമാണ് ജനവിധി തീരുമാനിക്കുന്നത്. കേരളത്തിന്റെ നേട്ടങ്ങളെ അതീവ പ്രാധാന്യത്തോടെയാണ് CNN, BBC, ഗാർഡിയൻ, ടെലിഗ്രാഫ്, അൽ ജസീറ, ടെലിസൂർ എന്നീ മാധ്യമങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. എന്നാലും ഇവിടുത്തെ പ്രമുഖർക്ക് നല്ലത് പറയാൻ നല്ല മടിയാണ്. നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ എന്തുകൊണ്ടാണ് ലോകമിങ്ങനെ ഉറ്റുനോക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേട്ടോളൂ. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമത്. പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ പഠനത്തിൽ രാജ്യത്ത് ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കുന്ന സംസ്ഥാനം എന്ന അംഗീകാരം തുടർച്ചയായ 3-ാം വർഷവും കേരളത്തിന്. ഇന്ത്യ ടുഡേ സർവേയിലെ മികച്ച സംസ്ഥാനം. സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ പഠനത്തിൽ അഴിമതി കുറഞ്ഞ സംസ്ഥാനം. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേയിലും കേരളമാണ് അഴിമതി കുറഞ്ഞ സംസ്ഥാനം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത നാട്. പാസ്പോർട്ട് അപേക്ഷകരുടെ പരിശോധനയിലെ കൃത്യതയ്ക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം കേരള പോലീസിന്. കേരളത്തിലെ സ്റ്റുഡൻസ് പോലീസ് സംവിധാനം രാജ്യത്ത് വ്യാപകമാക്കുന്നു. ദേശീയ തലത്തിലെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്ന് കേരളത്തിലെ വളപട്ടണത്തേതാണ്. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി, ഹോപ്പ് പദ്ധതി, പിങ്ക് പോലീസ് പട്രോൾ എന്നിവയ്ക്ക് സ്കോച്ച് മെറിറ്റ് അവാർഡ്. മികച്ച പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന സംസ്ഥാനം. ശിശുമരണ നിരക്കും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും ഏറ്റവും കുറവ് കേരളത്തിൽ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഒന്നാമത്. വേൾഡ് മെഡിക്കൽ ജേർണലിന്റെ മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം. ദേശീയ തലത്തിൽ മികച്ച ആശുപത്രികൾക്കുള്ള നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൽ ആദ്യ 12 കേരളത്തിൽ നിന്നുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ്. 55 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് അംഗീകാരം നേടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ വൈറോളജി നിപ്പ പ്രതിരോധത്തിൽ കേരളത്തെ ആദരിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹിയറിംഗ് ഫോറത്തിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് ചരിത്രത്തിൽ ആദ്യം. ഭിന്നശേഷി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം. വയോജന സംരക്ഷണത്തിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ അവാർഡ്. ആദ്യ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം 1-ാം നിരയിൽ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന് ദേശീയ പുരസ്കാരം. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് കേരളം 1-ാമത്. പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ 1-ാമതെത്തിയ സംസ്ഥാനം. തൊഴിലുറപ്പ് പദ്ധതിയിലെ മികവുറ്റ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് 1-ാം സ്ഥാനം. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻ ഓഫ് എർത്ത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെ തെരഞ്ഞെടുത്തു. സ്റ്റാർട്ടപ്പ് മിഷന് അന്താരാഷ്ട്ര അംഗീകാരം. ടൂറിസം മിഷന് ലഭിച്ച 10 ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് വനവിസ്തൃതി വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളിൽ കേരളം മുൻനിരയിലാണ്. മികച്ച പ്രവർത്തനങ്ങൾക്ക് ദേശീയ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് UN-ന്റെ അംഗീകാരം. ഹൈടെക് എഡ്യൂക്കേഷന് നീതി ആയോഗിൽ 1-ാം സ്ഥാനം. പട്ടിക ഇവിടെ തീരുന്നില്ല. ഇവയൊക്കെയും നേടിയത് ഇപ്പോഴത്തെ സർക്കാരിന്റെ അക്ഷീണ പ്രയത്നത്താലാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. പ്രളയത്തിൽ മുങ്ങിപ്പോകാമായിരുന്ന കേരളത്തെ താങ്ങി നിർത്തിയ ആർജവം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സംസ്ഥാനം കോവിഡിന്റെ പിടിയിലമർന്ന് നട്ടം തിരിഞ്ഞപ്പോൾ 853ഓളം സാമൂഹിക അടുക്കളകൾ തുറന്ന് പട്ടിണിയെ പടിയടച്ചത് മറക്കാനാവുമോ? 86,51,627 പേരായിരുന്നു ഗുണഭോക്താക്കൾ. 600-ൽ നിന്നും 1,400-ലേക്ക് ഉയർന്ന ക്ഷേമ പെൻഷൻ പുഞ്ചിരി പടർത്തിയത് എത്ര മുഖങ്ങളിലാണ്. രാജ്യം പുറന്തള്ളിയപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളാക്കി കേരളം ചേർത്തു പിടിച്ചു. ഭൂരഹിതർക്ക് അനുവദിച്ച 1,63,610 പട്ടയങ്ങളും ലൈഫ് മിഷൻ പദ്ധതിയിൽ പൂർത്തിയാക്കപ്പെട്ട 2.5 ലക്ഷം ഭവനങ്ങളും നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട്. ആരോഗ്യ മേഖലയിൽ ആശുപത്രികൾ മാറിയതും വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ ഹൈടെക്കായി മാറിയതും മാധ്യമങ്ങൾ പറയാൻ മടിച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ്. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളിൽ കാറ്റ് വീശുന്നു എന്ന് ആരോ പറഞ്ഞത് ഓർത്തു പോകുന്നു. രാവിലെ അച്ചടിച്ചു കിട്ടുന്നതാണ് സത്യമെന്ന തെറ്റിദ്ധാരണയുള്ളതുകൊണ്ട് സത്യത്തെ അന്വേഷിക്കുവാൻ പലപ്പോഴും മടിയാണ്. ഇടതു സർക്കാരിന്റെ എണ്ണിയാലൊടുങ്ങാത്ത ഭരണ നേട്ടങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല.
ഉറുമ്പിനെ സിംഗമാക്കി തീർക്കുന്ന വ്യാജ നിർമ്മിതിയിലാണ് അവർ. ഉണർന്നിരിക്കുന്ന പൊതുസമൂഹം ആർക്കു വേണ്ടിയാണ് ഈ കുഴലൂത്ത് എന്ന് നിങ്ങളോട് ചോദിക്കാതിരിക്കില്ല. മണ്ണിൽ തൊട്ടു നിൽക്കുന്ന മനുഷ്യന് പറയാനുണ്ടാവുക, ഈ സർക്കാർ ഞങ്ങളെ പട്ടിണിക്കിട്ടില്ലല്ലോ എന്ന് തന്നെയാകും.